ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനകവും നവീനും കൂടി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മോന് പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും നോക്കാം കേട്ടോ എന്നും പറഞ്ഞ് സംസാരിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് കനക ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നവീൻ അവിടെ നിന്ന് ഇങ്ങനെ പറയാം മനസ്സിൽ, എനിക്ക് പറ്റിയ പെണ്ണ് ആൻറ്റിയുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ആൻറ്റി, അത് ചോദിച്ചാൽ പോരായിരുന്നോ? ഓഹ്. അപ്പോൾ അങ്ങനെ നവീൻ അവിടെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഗോവിന്ദേട്ടൻ കനകയോട് ഇപ്പം നിൻ്റെ സംശയം മാറിയോ എന്ന് ചോദിക്കുക. മാറിയെന്നും പറഞ്ഞ് നമ്മുടെ കനകയിരിക്കുന്നു. അല്ല അതെ, ഇനിയിപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് നവീൻ മോഹന് സംശയം വല്ലതും തോന്നിയിട്ടുണ്ടാവും ഗോവിന്ദേട്ടാ? നീ അതിനൊക്കെ മിടിക്കുകയല്ലേ എൻ്റെ കനകെ. പിന്നെ ഇടയ്ക്ക് നീ കല്യാണക്കാരി എടുത്തിട്ടപ്പോഴേ പയ്യനെ സംശയം തോന്നി കാണുമോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ, എന്തൊന്നും സംശയം? അല്ല, ഇവിടെയും കല്യാണപ്രായം എത്തിയൊരു പെൺകുട്ടി ഉണ്ടല്ലോ. അപ്പോൾ പോലീസുകാരെയൊന്നും നവീൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് തൻ്റെടികളായിട്ടുള്ള പെൺകുട്ടികളെ. ഗോവിന്ദേട്ടാ, അത് മാത്രമൊന്നും അല്ല, നമ്മൾ കൂട്ടിയ കൂടുന്ന ബന്ധമൊന്നും അല്ലല്ലോ ഇത്. അനന്തപുരി പോലൊരു വലിയ തറവാടല്ലേ നവീൻ മോൻ്റെയും. അതുമാത്രമല്ല, നന്ദു നവീൻ മോനും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നേ. അതുകൊണ്ട് ആ വഴിക്കൊന്നും നവീൻ്റെ ചിന്തയൊന്നും പോയി കാണത്തു പോലും ഇല്ല എന്നും. പിന്നെ നല്ല പയ്യനാ, തറവാട്ടിൽ പിറന്ന നല്ല പെൺകുട്ടികളെ കണ്ടു കിട്ടുകയാണെങ്കിലേ നമുക്ക് വേണമെങ്കിൽ നവീന് വേണ്ടി ആലോചിക്കാമല്ലേ ഗോവിന്ദേട്ടാ എന്ന് കനക പറയുമ്പോൾ, നവീന് പക്ഷേ കുറച്ച് തൻ്റെയുടെ ഉള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം. പക്ഷേ അവൻ്റെ അമ്മ അതിന് എതിരാണ്. പയ്യന്മാരുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്, അല്ലാതെ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവർ തമ്മിൽ പൊരുത്തപ്പെട്ട് പോയില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? കൂട്ടത്തിൽ നമ്മുടെ മോളുടെ കാര്യം സീരിയസ് ആയിട്ട് നോക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ, എൻ്റെ ഗോവിന്ദേട്ട, ഞാൻ അതിനു വേണ്ടി 1-2 തവണ ആ ജോത്സ്യരെ കാണാൻ വേണ്ടി പോയതല്ലായിരുന്നോ? അപ്പോഴൊക്കെ അയാൾ ആ പഴയ പല്ലവി തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവൾ സ്നേഹിക്കുന്ന പയ്യനെയെ കല്യാണം കഴിക്കത്തുള്ളെന്ന്. അത് കേട്ടപ്പോൾ ഗോവിന്ദേട്ടനൊന്ന് എഴുന്നേറ്റു. അത് മാത്രമല്ല, ഇടുത്തി പോലെ അയാൾ വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. എന്ത്? അത് പിന്നെ അവളുടെ ഉള്ളിൽ അവൻ മാത്രമേ ഉള്ളെന്ന്, അവർ തമ്മിൽ പ്രേമിക്കുന്നുണ്ടെന്നും പറഞ്ഞെന്നും കനക പറയുക. അതുകൊണ്ടാണ് അവൾ ആരെ വിളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആരാണെന്നൊക്കെ പോയി നോക്കിയതെന്ന് പറയുമ്പോൾ, അല്ല ജോത്സ്യരൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്ക്, ചിലപ്പോൾ പുതിയ ആൾ അതുപോലെ അല്ലെങ്കിലോ പറയുന്നത്. അത് കേട്ടപ്പോൾ ഗോവിന്ദേട്ടാ, നമ്മുടെ കുടുംബ ജോത്സ്യർ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. അത് ഗോവിന്ദേട്ടൻ അറിയാമല്ലോ. നവ്യയുടെ നയനയുടെ ഒക്കെ കാര്യം അയാൾ പറഞ്ഞത് അച്ചിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തായാലും അനിയും നന്ദുവിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെ ആ വഴിക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പം, നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും പിള്ളേർ ചിന്തിച്ചാലും ഒരു ഗോവിന്ദേട്ടാ. മൂർത്തി സാർ പെണ്ണ് ആലോചിച്ച് ഇവിടെ വന്നപ്പോൾ പോലും നമ്മൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി വിടുകയല്ലേ ചെയ്തത്. പിന്നെ ഇപ്പം അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ ഒരു ആലോചനയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെയുള്ളപ്പോഴും അവൾ അവനെ മനസ്സിലിട്ടുകൊണ്ട് നടന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പം, ആർക്കറിയാം ഇതൊക്കെ. രാവിലെ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറുന്നത്. ചില ദിവസങ്ങളിൽ അർദ്ധരാത്രി കഴിഞ്ഞാൽ അവൾ വന്ന് കയറുന്നത്. അത്രയും സമയം ഇവൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ആർക്കറിയാം? നമുക്കറിയില്ലല്ലോ എൻ്റെ ഗോവിന്ദേട്ടാ. അനി ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുകയല്ലേ, അവൻ അതിനൊക്കെ സമയം ഉണ്ടാവുമോ അതിന്? എൻ്റെ ഗോവിന്ദേട്ട, ഈ പ്രേമം തലയ്ക്ക് പിടിച്ചാലേ എത്ര തിരക്കാണെങ്കിലും തമ്മിൽ കാണാനുള്ള സമയമൊക്കെ ഇവർ തമ്മിൽ ഉണ്ടാക്കും ഗോവിന്ദേട്ട. അതാണ് ഇപ്പം എൻ്റെ പേടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കനക നിന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഗോവിന്ദേട്ടൻ്റെ മനസ്സ് തീ കോരിയിട്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ സൊട്ടും കൊട്ടൊക്കെ ഇട്ട് ഇറങ്ങി വരും അവന്തിക മോളും കൂടി. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ മോനെ കണ്ടിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. ഇത്ര പെട്ടെന്ന് ഇറങ്ങി വന്നോ പോകാൻ? അപ്പോൾ പോകുന്നതിന് മുൻപ് അച്ഛൻ്റെ അനുഗ്രഹം കൂടി വാങ്ങണമെന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് മകൻ. എന്നിട്ട് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി മകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ പോയി ജയിച്ചു വാ മോനെ എന്ന് പറയാം. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ലല്ലോ എന്ന് നാഗേന്ദ്രൻ പറയുമ്പം, ഇല്ല എന്ന് പറഞ്ഞു അബി. അപ്പോൾ അതിലെനിക്ക് വിഷമമുണ്ട് അച്ഛാ. ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭാവി വരനല്ലേ അനിയേട്ടൻ എന്ന് അവന്തിക ചോദിക്കുമ്പം, അതുകൊണ്ട് തന്നെ മൂർത്തി ജ്വല്ലറി തീർത്തും തകർന്നു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് നാഗേന്ദ്രൻ. പക്ഷെ അതിനു മുൻപ് ഒന്നുണ്ട്, മോൾക്ക് അനിയെ ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ അവൻ മോളെ സ്വീകരിക്കണം എന്ന കാര്യം ഈ നാഗേന്ദ്രൻ പറയുന്നു. അതിനു മുൻപ് നമ്മളൊരു ഫേവർ ചെയ്തു കൊടുക്കുന്നത് ശരിയല്ല. മനസ്സിലായോ? അച്ഛൻ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് അവന്തിക എന്ന് അഭി അന്നേരം പറഞ്ഞു. പിന്നെ അവനെ ഇപ്പോൾ സഹായിച്ചിട്ട് അവനെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലോ എന്ന് അഭി തിരിച്ച് ചോദിക്കുക. ഒന്നാമത് അവൻ്റെ മനസ്സിൽ അവളുണ്ട്, ആ പോലീസുകാരി എന്ന് പറയുമ്പോഴത്തേക്കും
അവൾ മൊത്തത്തിൽ നമുക്കൊരു തലവേദനയാണല്ലേ എന്ന് അവന്തിക ചോദിക്കുക. അവളെ ട്രാൻസ്ഫർ ചെയ്യിക്കാനല്ല അച്ഛ വേണ്ടത്, അവൾ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നും എന്നെ ലോക്കപ്പിനകത്ത് ഇട്ട് പ്രാർത്ഥിച്ചവളാണ് നന്ദു എന്ന് പറയുമ്പം അതിനൊക്കെ നമുക്ക് പകരം വീട്ടാടാ. എന്തായാലും എനിക്കും നന്ദുവിന് ഇഷ്ടമാണെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ല എന്ന് ഇയാൾ പറയുക, ഈ നാഗേന്ദ്രൻ. ഇനി എൻ്റെ മോളുടെ സ്വത്ത് മാത്രമാണെന്നും. അയ്യോ, അതൊക്കെ കേൾക്കുമ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറിയും നമ്മളും തമ്മിൽ പിന്നെ ഒരു കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയുന്നു എന്നും പറഞ്ഞെങ്കിലിരിക്കുക അബി. 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നമ്മളിങ്ങനെ തുടർന്ന് പോകും, അതൊരു വലിയ ബിസിനസ് ശൃംഖലയായി വളരുകയും ചെയ്യുമെന്ന് പറയുമ്പം അങ്ങനെ വന്നാൽ ഇവൾക്കും ആ അനികയുടെ അടുത്ത് ഒരു കസേരയിൽ ഇരിക്കാവല്ലോ എന്ന് അഭി പറയാം. അത് ശരി, അപ്പോൾ AN ജ്വല്ലറിയുടെ കസേര അഭിയേട്ടന് കിട്ടുമെന്നായിരിക്കും അല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പം അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല, 2 ജ്വല്ലറിക്കും കൂടി ഡീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊരിതിൽ പറഞ്ഞതാ. നിങ്ങൾ തമ്മിലൊരു മത്സരം വേണ്ട കേട്ടോ. തന്ത്രങ്ങളുടെ കാര്യത്തിൽ നിന്നേക്കാളും കുറച്ചുകൂടി മുന്നിലാണ് മോളെന്ന കാര്യം പറയാ അച്ഛൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോൾക്കായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ 1ാം സ്ഥാനമെന്ന്. അത് കേട്ടപ്പോൾ അബിയുടെ മുഖം ഒന്ന് ചുളുങ്ങി. എന്നിട്ട് അനിയത്തി ഇങ്ങനെ നെറ്റി ചുളിച്ച് നോക്കുവാണ്. എടാ, അതിൽ നിനക്ക് ഈഗോയുടെ ഒന്നും ആവശ്യമില്ല, മോള് നിന്റെ സ്വന്തം അനിയത്തിയല്ലേടാന്ന് ചോദിക്കുമ്പം അയ്യോ, എനിക്കല്ലെങ്കിലും ഈഗോയൊന്നും ഇല്ല അച്ഛാ, ഇപ്പം ഈ കിട്ടിയതൊക്കെ തന്നെ വലിയ കാര്യമാണെന്ന് അഭി പറയണു. എന്നാൽ പിന്നെ ഞാൻ ആ ഡീൽ ഉറപ്പിച്ചിട്ട് വരാം അച്ഛാന്ന് പറഞ്ഞ് ഇറങ്ങുന്നു മകൻ. പോയി ജയിച്ചു അമ്മോനെ, താങ്ക് യു അച്ഛാ എന്നൊക്കെ പറഞ്ഞ് മകനാണെങ്കിൽ അച്ഛന് കുറേ സ്നേഹമൊക്കെ പാരി കോരി കൊടുത്തിട്ട് അങ്ങ് പോന്നു. ശരിയടി എന്ന് പറഞ്ഞ് പോവുകയാണ്. അബി ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അച്ഛനും മോളും കൂടി ഇങ്ങനെ അബിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. അബി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇന്നത്തെ വാർത്തകളിൽ നമ്മൾ നിറയും മോളെ എന്നും പറഞ്ഞുകൊണ്ട് AN ജ്വല്ലറിയുടെ ഷെയർ കുതിച്ചുയരുന്നു എന്നും പറഞ്ഞ് ഒരു വാർത്ത 10-12 മണിയോടെ സ്ഥാനം പിടിക്കും എന്നൊക്കെ അച്ഛൻ മോളോട് പറഞ്ഞു കൊടുക്കുക. ഇപ്പം തന്നെ 10ൽ നിന്ന് 100-ലെത്തിയിരിക്കുക. ഇനി അത് 1000 ആകും. അങ്ങനെ അവർ സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ വീട്ടിലിരിക്കുക കേട്ടോ. ഇന്ന് അവൻ MD ആയതിനു ശേഷം ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു. കുടുംബക്ഷേത്രത്തിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ വിജയത്തിനായി വഴിപാടുകൾ നടത്താൻ. ഇന്ന് അമ്പലത്തിൽ അന്നദാനം നടത്താനും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം അവന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആദർശം നയനയാണെന്ന് പറയുമ്പം അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയി വിജയിച്ചു വരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നിലുള്ളത് ആദർശിൻ്റെ കരങ്ങളാണെന്നും അതാണ് എൻ്റെ ആത്മവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നു. മോൻ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് മുത്തശ്ശ ഞാനങ്ങോട്ട് പോവാട്ടോ എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശൻ എന്ന് പറഞ്ഞു മോളിൽ ഇരിക്കണു. ഞാൻ ഈ ഡീലിൽ പങ്കെടുക്കുന്ന വിവരം അപ്പച്ചനും അബിയൊന്നും അറിഞ്ഞിട്ടില്ല എന്നും ഞാനൊന്നും പങ്കെടുക്കുന്നില്ലെന്നാണ് അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ധാരണ പരത്തിയത് എന്തായാലും നന്നായി, ഇനി സമയത്ത് അങ്ങോട്ട് ചെന്നാൽ മതിയെന്നും പറഞ്ഞു. അപ്പം ശരിയെന്നും പറഞ്ഞു. പക്ഷേ ഇന്ന് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നില കൂടുതൽ പരുങ്ങലിലാകുമെന്ന് മുത്തശ്ശൻ പറയാം. AN ജ്വല്ലറി കുറച്ചുകൂടി വളരുമെന്നും ഇന്ന് ജയിക്കുമെന്ന് തന്നെയാണ് മുത്തശ്ശ പ്രതീക്ഷ എന്ന് അനി പറയുമ്പോൾ വിജയിക്കണം, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് മുത്തശ്ശൻ അനിയോട് പറഞ്ഞു. ആദർശേട്ടനും ഏട്ടത്തിയാ പിന്നിൽ നിന്ന് എനിക്ക് ശക്തി തരുന്നതെന്ന് പറയുമ്പം അവർ ശക്തി തന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇന്നത്തെ ഡീൽ നീ വിജയിക്കുകയാണെങ്കിൽ അത് നിൻ്റെ മാത്രം കഴിവാണ് എന്ന് മുത്തശ്ശൻ അനിയോട് പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി വാ എന്നും പറഞ്ഞിരിക്കുക കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ സങ്കടം, എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശ എന്ന് പറഞ്ഞ് അനി മുത്തശ്ശൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു, മുത്തശ്ശിയുടെ അനുഗ്രഹവും വാങ്ങിക്കുന്നു. അങ്ങനെ അനി എന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഭഗവാനെ വിളിച്ച് നമ്മൾ മുത്തശ്ശി പ്രാർത്ഥിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശനോട് ആദർശനെ കണ്ടിട്ട് എന്തായാലും അവൻ പോകത്തുള്ളൂ എന്ന് പറയുമ്പം അനി അവിടെ എത്തുന്നത് വരെ ആദർശ് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും ഇന്ന് എനിക്ക് ഈ ഡീലിൽ പങ്കെടുക്കാൻ എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസം കൊടുത്തിരിക്കുന്നത് ആദർശും നയനയുമാണെന്ന കാര്യവും മുത്തശ്ശൻ പറയുന്നു. ഇന്നത്തെ ദിവസം മിക്കവാറും മൂർത്തി ജ്വല്ലറിയുടേതായിരിക്കും വസുന്ധരെ. രാവിലെ തന്നെ ഒരുത്തൻ പോയിട്ടുണ്ട്, അഭിയെന്ന് പറയുന്നവൻ. AN ജ്വല്ലറിയുടെ MDക്കൊപ്പം അവനും പോകുന്നുണ്ടെന്നും ഡീല് നടക്കുന്ന ഹോളിലേക്കെന്ന് പറഞ്ഞപ്പം അവിടെയാണ് ചെറിയ കല്ലുകടി. ഒരു കാരണവശാലും ഇന്ന് എല്ലാ ജ്വല്ലറിയുടെ MDമാരല്ലാതെ മറ്റാരും പങ്കെടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലെന്നും അവിടെ എന്തുകൊണ്ടാണ് അയാൾ അബിയെ കൂടെ കൂട്ടുന്നത് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ അവനിപ്പോൾ അങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ, അതിനിടയിൽ അവനെ അവർക്ക് ഇത്രയ്ക്കൊക്കെ വിശ്വാസമായോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പം അങ്ങനെ അവനെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ അവരും തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഒരു ബന്ധമുണ്ടെന്ന കാര്യം മുത്തശ്ശൻ പറയുക. അതിപ്പോൾ എന്നെപ്പോലെ തന്നെ ആദർശനും മനസ്സിലായിട്ടുണ്ടാകുമെന്ന കാര്യവും മുത്തശ്ശൻ പറഞ്ഞു.
അങ്ങനെയെങ്കിൽ ആ ബന്ധം എന്താണെന്ന് കണ്ടെത്തണമെന്ന് മുത്തശ്ശൻ പറയണു. അത് കേട്ടപ്പം അത് ആദർശ് കണ്ടെത്തില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ. കണ്ടെത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഓരോന്നായിട്ട് ചുരുളഴിയുമ്പോൾ ആരാണ് AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന കാര്യം പറയുക മുത്തശ്ശനെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇന്ന് നമ്മൾ ഈ ഡീൽ സ്വന്തമാക്കിയാൽ അത് AN ജ്വല്ലറിക്ക് ചില്ലറ നഷ്ടമൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്നതെന്നും ആദർശ് പടിയിറങ്ങിയപ്പോൾ കമ്പനി തകർന്നു എന്ന് പറഞ്ഞവർക്കൊക്കെ പിന്നീട് തിരുത്തി പറയേണ്ടി വരും. ഇന്ന് ഇങ്ങനെ സംഭവിച്ചത് നന്നായി എന്നുള്ളതെന്ന് പറയാണ് മുത്തശ്ശൻ. ആദർശ് തിരികെ എത്തുമ്പോൾ അവനെ സഹായിക്കാനും നമ്മുടെ പകുതി ബ്രാഞ്ചുകൾ നോക്കാനും ആ സമയത്ത് അനി പ്രാപ്തനായിരിക്കുമെന്ന കാര്യവും മുത്തശ്ശൻ പറഞ്ഞു. ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ അനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവ സമ്പത്ത് തന്നെയാണെന്നും പറഞ്ഞു. കളിച്ചും ചിരിച്ചുമൊക്കെ നടന്നവൻ ഇപ്പോൾ കൂടുതൽ സീരിയസ് ആയെന്നും അത് നമുക്ക് ഗുണം ചെയ്യും വസന്തരയെന്നും മുത്തശ്ശൻ പറയാട്ടോ. ആദർശും അനിയും 100% ആ ഒരു കാര്യപ്രാപ്തിയോടെ കമ്പനിയെ നയിക്കുകയാണെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയെ തോൽപ്പിക്കാൻ പിന്നെ ആർക്കും സാധിക്കില്ല എന്ന് മുത്തശ്ശിയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സ്വപ്നങ്ങളെല്ലാം കണ്ടിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്ന ആദർശിനെ കേട്ടോ. ആദർശും നയനയും കൂടി ഇരുന്ന് അനിയെപ്പറ്റി സംസാരിക്കുക. അനി ദുർബലനാണ്, അതുകൊണ്ട് കമ്പനി തകരുമെന്ന് എതിരാളികളൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണെന്ന കാര്യം ആദർശ് പറഞ്ഞു. ആ നേരത്തെ വലിയൊരു ഷോക്ക് AN ജ്വല്ലറിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതവരെ തളർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ആദർശ് നയനയോട് പറയുകയും ചെയ്തു. എതിരാളികൾ തളർന്നാൽ നമ്മുടെ വിജയം അത് 100% ഉറപ്പാണെന്നും. അതിനിടയിൽ നീ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ചെയ്തെന്ന സേവനമൊന്നും ഞാൻ മറക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം അതൊരു ഹെൽപ്പല്ല, എൻ്റെ കടമയാണെന്ന് നയന പറഞ്ഞു. എങ്കിലും ഇന്നലെ നീ ഞങ്ങൾക്ക് വേണ്ടി ഉറക്കം കളഞ്ഞില്ലേ? എത്ര ഉറക്കം കളയാനും ഞാൻ തയ്യാറാണ് ആദർശേട്ടാ. ആദർശേട്ടനെ മുത്തശ്ശൻ്റെയൊക്കെ സങ്കടം തീരണം, നിങ്ങളുടെ ടെൻഷനൊക്കെ ഒഴിഞ്ഞു പോകണം, എനിക്ക് അത്രയേ ഉള്ളൂ. അതുപോലെ അനി വിജയിച്ച് കാണണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുവരെ നീ വരച്ച ഡിസൈനേക്കാളും ഒരുപാട് നന്നായിരുന്നു. ഈ ഡീലിന് വേണ്ടി നീ വരച്ച ഡിസൈൻസ് എന്ന് പറയുമ്പം മാളവിക കൊടുത്തതും ഞാൻ വരച്ച ഡിസൈൻ തന്നെയാണല്ലോ. അതോടൊപ്പം അവളുടെ ഐഡിയ വെച്ചും പലതും വരച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം അവളിപ്പോൾ AN ജ്വല്ലറിക്ക് വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് ശരിക്കും ചെക്ക് ചെയ്തിട്ട് പോലും ഉണ്ടാകില്ലെന്നുള്ള കാര്യവും പറയുവാണ് ആദർശ്. കിട്ടിയത് അതുപോലെ തന്നെ അയച്ചിട്ടുണ്ടാകുമെന്നും പറഞ്ഞു. പിന്നെ എന്തായാലും ഇന്ന് ഹീറോയാകാൻ പോകുന്നതേ എൻ്റെ അനിയൻ തന്നെയാണ്, അവൻ തോറ്റു മടങ്ങത്തില്ല എന്ന് ആദർശ് പറഞ്ഞ് തീർന്നെടുത്തതേ നമ്മുടെ അനിയുടെ വണ്ടി അവരുടെ മുറ്റത്തേക്ക് വന്നു. അനി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ എഴുന്നേറ്റു. അനി അങ്ങനെ ഏട്ടനെ കാണാൻ കയറി വരൂ കേട്ടോ. എടാ നിന്നെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം ഏട്ടൻ വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൂടെയുണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് മാത്രം. ഏട്ടനും ഏട്ടത്തിയും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ അനി അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക. അപ്പം ഇവർക്ക് സന്തോഷമായിട്ടോ. ഞാൻ ഇന്നലെ ഹാർഡ് വർക്ക് ചെയ്തു, അതിൻ്റെ ഫലം എന്തായാലും കിട്ടാതിരിക്കില്ല എന്ന് നയന പറയുമ്പം ഏട്ടത്തെ വെറുതെ കഷ്ടപ്പെടുത്തണ്ടായിരുന്നു ഏട്ടാന്ന് അനി. ഓർക്കൊഴിഞ്ഞായിരിക്കും ഡിസൈനൊക്കെ തയ്യാറാക്കിയതല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോലും അതൊക്കെ കണ്ട് ആകെ അത്ഭുതപ്പെട്ടു പോയെന്നു അനി പറയുക കേട്ടോ. അതിനേക്കാളും അത്ഭുതപ്പെടണം ഇന്ന് ഡീല് നടത്തുന്ന കമ്പനിക്കാരെ. മനസ്സിലായോ എന്ന് ചോദിച്ചു. ഈ ഡീൽ ഉറപ്പിച്ചാൽ നമ്മുടെ കമ്പനിക്കുണ്ടാകുന്ന നേട്ടത്തെപ്പറ്റി ആദർശേട്ടൻ എന്നോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നുവെന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അനി സന്തോഷമായിട്ട് നിൽക്കുക. 12 മണിയോടെ ഡീൽ കഴിയുമല്ലോ, ആ സമയത്ത് നമ്മുടെ ഷെയറുകൾ കുതിച്ചുയരണോ അനി എന്ന് നയനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മുത്തശ്ശൻ്റെ അനുഗ്രഹം നീ വാങ്ങിയായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതുവിനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം മുത്തശ്ശിയുടെ അനുഗ്രഹമല്ലേ വാങ്ങേണ്ടത്, പോയി ജയിച്ചു വരാനാണ് എന്നോട് പറഞ്ഞതെന്ന് അനി പറഞ്ഞു. നീ ഇങ്ങോട്ട് വരുന്ന കാര്യം നവ്യം മറ്റും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലില്ല, ആദർശേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് അനി പറയാം. പിന്നെ ഏട്ടനൊരു ചതവ് പറ്റിയതുകൊണ്ട് മുത്തശ്ശനും ഇതാരോടും പറയാൻ പോകുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നീ മുത്തശ്ശനോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ ഈ ഡീല് നമുക്ക് കിട്ടുവാണെങ്കിലേ അത് എൻ്റെ മിടുക്കല്ല ഏട്ടൻ്റെ ഏട്ടത്തിയുടെ മിടുക്കാണെന്ന് മുത്തശ്ശനോട് പറയണമെന്ന് അനി പറയുമ്പം അതെന്തിനാ നീ അങ്ങനെ പറയുന്നത്? എടാ ക്രെഡിറ്റ് നിനക്ക് തന്നെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ആദർശ് ചോദിക്കുമ്പം എനിക്ക് തന്നെയാണ് ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത്, പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയെങ്കിലും സത്യം അറിയണ്ടേന്ന് ചോദിച്ചു അനിയെ. അപ്പം നമ്മുടെ നയന അനി ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ, നമ്മുടെ കാര്യങ്ങൾ മണത്തറിയാൻ കഴിവും പ്രാപ്തിയുള്ളവരാ എതിരാളികൾ, അത് മറക്കരുതെന്ന് നയന പറഞ്ഞു കൊടുക്കും അനിയന്. എന്തായാലും ഇവൻ അവിടെ എത്തുമെന്നുള്ള കാര്യം അവരാരും അറിയാൻ പോകുന്നില്ല എന്നും എന്നാൽ പിന്നെ ഇറങ്ങാമെന്നും പറഞ്ഞു ആദർശ്. പേട്ടത്തി ഓൾ ദി ബെസ്റ്റും പറഞ്ഞ് അതിനെ നിൽക്കുന്നു. അവർ പോകുന്നു. പിന്നെ ആ ഒരു ഇവരുടെ കോൺഫറൻസ് നടക്കുന്ന ഹാളും അവിടുത്തെ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ എല്ലാവരെയൊക്കെ നോക്കിയിട്ട് ഡേവിഡ് അബിയോട് പറയാം, കണ്ടില്ലേ ഇവിടെ പങ്കെടുക്കാൻ പോലും എത്തിയിട്ടില്ല മൂർത്തി ജ്വല്ലറിയുടെ MD എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അബി ഒന്നും ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നത്. അപ്പോൾ അതാ ഞാനും ശ്രദ്ധിച്ചത്, ഇതേപോലുള്ള മെയിൻ ഡീലിനെല്ലാം അവരായിരിക്കാം മുൻപന്തിയിൽ കാണുന്നത്. കൂടെയുള്ളവർ പറയാം കേട്ടോ, ഇത്തവണ അവിടെ നിന്ന് ആരും വരുന്നില്ല എന്ന് അബി. അപ്പം മത്സരിച്ച് തോറ്റവൻ്റെ ആത്മവിശ്വാസക്കുറവ് മൂർത്തിക്കും കുടുംബത്തിനും ഉണ്ടെന്ന് ഡേവിഡ്. അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനേ വലിയ പാടാ.
ചിലപ്പോൾ ഉയർത്തെഴുന്നേറ്റില്ല എന്നും വരും എന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് ഇരുന്ന് തട്ടി വിടുന്നു. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു സാധാരണ ഡീലല്ല എന്നും ഗോൾഡൻ ഹെറിറ്റേജ് ഡീലാണെന്നും കേരളത്തിൻ്റെ പാരമ്പര്യം ലോകം തിരഞ്ഞെടുക്കുന്ന മിഷനാണെന്നൊക്കെ അവിടെ ഇരുന്നൊരാൾ പറയുക. ഇവിടെ എത്തിയിരിക്കുന്ന അങ്ങനെ ആ ഒരു വലിയൊരു കമ്പനിയുടെ ഓണറെയൊക്കെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ എല്ലാം പരിശോധിച്ചതിന് ശേഷം ഡീൽ ഉറപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കേരളത്തിലെ എല്ലാ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പുകാരെയും ബെനറ്റ് ജെൻസിൻ്റെ പേരിലും അതുപോലെ ഗോൾഡൻ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിലും ഞാൻ ഈ ഡീലിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ചേട്ടന്മാരെല്ലാം കൈയടിച്ചു. അയ്യോ, അഭിമോന് ഭയങ്കര സന്തോഷം കേട്ടോ, ഡീലിലേക്ക് കാലെടുത്ത് വെച്ചതിൻ്റെ അഹങ്കാരം. അപ്പോൾ ഇതൊക്കെ പുതിയ അനുഭവമാണല്ലേ എന്ന് അബിയോട് ഡേവിഡ് അന്നേരം ചോദിച്ചു. അപ്പോൾ അതേ നബി, ഇതിനു മുൻപ് അങ്ങനെയുള്ള ചാൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ ഒന്നിലും അടുപ്പിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ, ഇനി ഇതുപോലുള്ള എല്ലാ ഡീലിലും അബി എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഡേവിഡ് അബിയോട് പറയാം. ഓ, അഭിമോൻ്റെ ഒരു സന്തോഷം കാണണം. അത് ഇയാളുടെ ഔദാര്യമൊന്നും അല്ലടോ, എൻ്റെ അവകാശമാണ്. ഇനി ഇതുപോലുള്ള ഡീലുകൾ നടക്കുമ്പം ചിലപ്പോൾ താനും കാണില്ല എന്ന് അബി മനസ്സിൽ ചിന്തിക്കണം. ഞാൻ മാത്രമേ കാണുള്ളൂ. ചെന്ന് കയറിയില്ല, അതിന് മുമ്പാവും പണി തുടങ്ങി അവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദർശും അനിയും കൂടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അനിക്ക്. അനിയുടെ മുഖത്ത് അതുണ്ട്. ആദർശമാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സ്പീഡിലാണ് വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നത്. ആവേശത്തോടെയാണ് ഞാൻ ഡീലിന് പോകുന്നതെങ്കിലും ആ മുഹൂർത്തത്തിലേക്ക് എത്താറായപ്പോഴേ എൻ്റെ കയ്യും കാലും ഒക്കെ വിറക്കേട്ടാന്ന് പറഞ്ഞു. എടാ, അത് ആദ്യം ആയതുകൊണ്ടാണെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. പിന്നെ AN ജ്വല്ലറിക്ക് വേണ്ടി ആരൊക്കെയാണ് പോയിരിക്കുന്നതെന്ന് എനിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അവരുടെ MD ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ, MD മാത്രമല്ല പോയിരിക്കുന്നത്, കൂടെ അബിയുണ്ട്. അബിയോ? ഇത്തരത്തിലുള്ള ഡീലിങ്സ് നടക്കുന്ന സമയത്ത് സാധാരണ MDമാർ മാത്രമേ പങ്കെടുക്കാറുള്ളൂ എന്നും, പിന്നെ ഇത്ര പ്രാധാന്യത്തോടെ അബി എന്തിനാ കൊണ്ടുപോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ വെറും ഒരു നവ്യയുടെ മോഡലായ അവളുടെ റെക്കമെൻഡേഷൻ കൊണ്ട് അബിക്ക് ഇത്രയ്ക്കൊക്കെ മാറ്റങ്ങളും ചാൻസൊക്കെ ഉണ്ടാവും ഏട്ടാന്ന് ചോദിക്കുമ്പോൾ അത് ഒരിക്കലും ഇല്ലടാ. ഒന്നെങ്കിലേ അവനെ വളരെ നേരത്തെ തന്നെ ഈ പറഞ്ഞ ഡേവിഡുമായിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് മുകളിലുള്ളവരുമായിട്ടോ എന്തോ ബന്ധമുണ്ട്. അപ്പോൾ കാണുമല്ലോ, അതുകൊണ്ടാണല്ലോ അവൻ കള്ളക്കടത്ത് കേസിലേക്ക് അകത്ത് കിടന്നത്. എന്തായാലും നമുക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് വന്നിട്ടില്ലേ, ഒളിഞ്ഞും തെളിഞ്ഞും പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണെന്നും ഈ ഡീൽ നമുക്ക് കിട്ടാൻ വേണ്ടി ആ സ്ട്രേഞ്ചറും ആഗ്രഹിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതെ, അബിയെ തോൽപ്പിക്കാനും അനിയെ വിജയിപ്പിക്കാനും അണിയറയിൽ നമ്മുടെ നവ്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. AN ജ്വല്ലറിയുടെ അകത്ത് നിന്നുകൊണ്ട് അനി അങ്ങോട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പം നമ്മൾ വിജയിക്കില്ലേ ഏട്ടാ എന്ന് അനി ചോദിക്കുമ്പം, എന്താടാ സംശയം? നയന അവളുടെ ഹെൽത്ത് പോലും നോക്കാതെ രാത്രി പകലാക്കി വരച്ച ഡിസൈൻസാണ് അവർക്ക് നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നത്. മാളവികയ്ക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ആ ഡിസൈനും നയന തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള അന്തരം എത്രയുണ്ടെന്ന് എനിക്കും നന്നായിട്ട് അറിയാമെന്നും ആദർശം എനിക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ ഇപ്പോൾ ഡീൽ ഉറപ്പിക്കാനുള്ള ആ ഒരു ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയായിരിക്കും. അതിൻ്റെ ക്ലൈമാക്സിൽ നീ അങ്ങോട്ട് കയറി ചെന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അഭി ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് അനി ചെല്ലുന്നത്. അപ്പോൾ നീ അതിൽ പങ്കെടുക്കില്ല എന്നൊരു ധാരണയുള്ളതുകൊണ്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഡേവിഡ് എന്തായാലും ഞെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനേക്കാൾ മൊച്ചത്തിൽ അബിയും ഞെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും അക്കാര്യമൊക്കെ സംസാരിച്ച് പോകാല്ല. ഏട്ടൻ ഹോട്ടലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യില്ലേന്ന് ചോദിക്കുമ്പം, ഇല്ല ഞാനേ നിനക്ക് വേണ്ടി ഒരു കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും നീ അതിൽ കയറി പോയാൽ മതിയെന്നും ആദർശ് അനിയോട് പറയുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി നീ എന്നൊന്ന് വിളിക്കാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ആദർശ് എല്ലാ കാര്യങ്ങളും അനിയെ പറഞ്ഞ് ഏൽപ്പിച്ചു. പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ അനിയെ കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണ് ആദർശം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ എനിക്ക് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നു. എടാ, ഒന്നുകൊണ്ട് നീ പേടിക്കേണ്ട, ഇന്നേ മുത്തശ്ശനെ അഭിമാനിക്കുന്ന ദിവസമായിരിക്കും. കൊച്ചുമോൻ ഡീൽ ഉറപ്പിച്ചിട്ട് വരുമ്പോൾ മൂർത്തി ജ്വല്ലറി ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ ഒരു സന്തോഷം ആ മുഖത്ത് കാണാൻ കഴിയുമെന്നും ആദർശ് പറയുന്നു. ഈ ഡീൽ ഉറപ്പിച്ച വാർത്ത പുറംലോകം അറിയുന്നതോടെ നമ്മുടെ ഷെയറിൻ്റെ വലി കുതിച്ചുയരുമെന്നും ആദർശ് പറയുക. കഴിഞ്ഞ തവണ ഉണ്ടായ പരിക്കിന് അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം സന്തോഷം തരുന്ന നിമിഷങ്ങളായിരിക്കും ദൈവം ഇനി അങ്ങോട്ടേക്ക് തരാൻ പോകുന്നതെന്നും, ഈ ഡീലിലൂടെ നിനക്ക് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാക്കാൻ പോകുന്ന മൈലേജ് എത്രയാണെന്ന് ഇനി നിനക്ക് നേരിട്ട് അനുഭവിച്ചറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഏട്ടാ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ആദർശ് റെഡിയാക്കിയ വണ്ടിയിൽ ചെന്ന് കയറുന്നു. അങ്ങനെ അനി അവിടെ നിന്ന് പോകുന്നു. ആദർശ് തൻ്റെ അനിയനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ഇനി അവിടെ മിന്നും പ്രകടനങ്ങളാണ് നമ്മുടെ അനി കാഴ്ചവെക്കാൻ പോകുന്നത്. അബിയെ തോറ്റു തുന്നും പാടിച്ചുകൊണ്ട് പുറകിൽ നമ്മുടെ നവ്യ കടുംവെട്ട് പണിയും പണിതുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.